മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലി കർണാടകയിൽ സിദ്ധരാമയ്യയും DK ശിവകുമാറും തമ്മിലുള്ള തർക്കം അതിങ്ങനെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. 2.5 വർഷം എന്ന ടേം വ്യവസ്ഥയിലാണ് സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കയറിയത്. പക്ഷേ കാര്യത്തോടടുത്തപ്പോൾ അദ്ദേഹം ധാരണകളൊക്കെ മറന്നുപോയി എന്നുള്ളതാണ് DK ശിവകുമാറിന്റെ ആരോപണം. ഇപ്പോൾ അരുൺ ചേരുകയാണ്. PJ അരുൺ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അരുൺ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കർണാടകയിൽ ഇത്തരത്തിൽ കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി രൂക്ഷമായിരിക്കുകയാണ്. അതായത് ടേം വ്യവസ്ഥ പ്രകാരം 2 വർഷമായിരുന്നു സിദ്ധരാമയ്യയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കാനുള്ള യോഗ്യതയുണ്ടായിരുന്നത്. പക്ഷേ കാര്യത്തോടടുത്തപ്പോൾ അദ്ദേഹം കാല് മാറി എന്നാണ് DK ശിവകുമാർ പറഞ്ഞു വെക്കുന്നത്. ഭദ്ര, അത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ കർണാടക രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് വേണം കരുതാൻ. കാരണം സിദ്ധരാമയ്യ കർണാടകയുടെ മുഖ്യമന്ത്രിയായി അധികാരത്തിലേൽക്കുമ്പോൾ അന്ന് തന്നെ കോൺഗ്രസിനുള്ളിലുള്ള ആഭ്യന്തര ഒരു കരാറായി കാട്ടപ്പെട്ടിരുന്നത് സിദ്ധരാമയ്യ ആദ്യത്തെ 2.5 വർഷം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും. അതിനുശേഷം കർണാടകയിലെ കോൺഗ്രസിൻ്റെ തന്നെ വിജയശില്പിയായി കോൺഗ്രസ് ഉയർത്തി കാണിക്കുന്ന DK ശിവകുമാർ ബാക്കിയുള്ള 2.5 വർഷത്തിലേക്ക് ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്നുള്ളതായിരുന്നു കരാർ. പക്ഷേ ഈ ഒരു 2.5 വർഷം പൂർത്തിയാകുന്ന സമയമായിട്ട് പോലും ഈ ഒരു സ്ഥാനത്ത് നിന്ന് മാറുന്നില്ല എന്നുള്ളതാണ് കർണാടക കോൺഗ്രസിനകത്ത് വലിയൊരു പ്രതിസന്ധി ഇപ്പോൾ ആയിരിക്കുന്നത്. അവർ തമ്മിലുള്ള ഒരു തർക്കം ഈ ഒരു ഭരണ പ്രതിസന്ധിയിലേക്ക് തന്നെ, കാരണം ഉപമുഖ്യമന്ത്രി സ്ഥാനമാണ് ഇപ്പോൾ DK ശിവകുമാറിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള സിദ്ധരാമയ്യയും DK ശിവകുമാറും തമ്മിലുള്ള തർക്കം ഭരണ പ്രതിസന്ധിയെ തന്നെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ പ്രതിപക്ഷവും ആരോപണം ഉന്നയിക്കുന്നുണ്ട്, മറ്റുള്ള പാർട്ടികളും ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തർക്കം തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ DK ശിവകുമാർ എന്നുള്ള ഒരു മുതിർന്ന നേതാവും അല്ലാതെ അതുപോലെ കർണാടകയുടെ മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യയും തമ്മിലുള്ള മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള തർക്കമായതുകൊണ്ട് തന്നെ ഇതിൽ ഹൈക്കമാൻഡിൻ്റെ ഒരു ഇടപെടൽ എത്രമാത്രം ഫലപ്രദമാകുമെന്നുള്ള തരത്തിലുള്ള ഒരു ആശങ്കയും കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ട്. എന്തായാലും ഈ ശീതകാല സമ്മേളനം, പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനം അടുത്ത ഡിസംബറിൽ ആരംഭിക്കാൻ ഇരിക്കുകയാണ്. അതിനു മുന്നേ തന്നെ ഇതിനകത്തുള്ള കോൺഗ്രസിനുള്ള ഈ ഒരു ആഭ്യന്തര കലാപം തീർക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സിദ്ധരാമയ്യയും DK ശിവകുമാറിനെയും ഡൽഹിയിലേക്ക് ഹൈക്കമാൻഡ് വിളിപ്പിച്ചിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള പരസ്യമായിട്ടുള്ള ഈ ഒരു വിഴുപ്പലക്കൽ കോൺഗ്രസിനകത്തുള്ള ഹൈക്കമാൻഡിനകത്ത് തന്നെ ഒരു അതൃപ്തി ഉടലെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ നേരിട്ട് ഹൈക്കമാൻഡ് വിളിപ്പിച്ച് വരുത്തിയിട്ടുണ്ട്. ഡൽഹിയിലേക്ക് ഡിസംബർ 1-നായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൂടിക്കാഴ്ച. രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച ഡൽഹിയിൽ നടക്കുക. കാരണം പാർലമെൻറ്റ് ശീതകാല സമ്മേളനം വരുന്നുണ്ട്. പ്രതിപക്ഷം ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പോകുന്നുണ്ട്. വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനകത്ത് മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള ഒരു തർക്കം, അത് കോൺഗ്രസിനകത്ത് ഉടലെടുത്തിരിക്കുന്ന ഒരു ഭരണ പ്രതിസന്ധി, അതിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആഭ്യന്തര കലാപനം, അതിനെ നല്ല രീതിയിൽ തന്നെ തീർക്കുവാൻ വേണ്ടി തന്നെയാണ് ഹൈക്കമാൻഡ് കിണഞ്ഞ് പരിശ്രമിക്കുന്നത്. എന്തായാലും ഈ ഒരു ഡൽഹിയിൽ നടക്കുന്ന ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ മന്ത്രിസ്ഥാനം പങ്കിടുന്നതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാനാവുക. ഭദ്ര.